സംവാദങ്ങളും വാദവിവാദങ്ങളും മുസ്ലിം കേരളത്തിന് പുതിയതല്ല. മതമൂല്യങ്ങളെ ദൈത്യം ചെയ്യാൻ ആദർശവിരുദ്ധ സംഘങ്ങൾ ശ്രമം നടത്തിയപ്പോഴൊക്കെയും സത്യമാർഗം സുതാര്യമായി വരച്ചുകാട്ടാൻ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ രംഗത്തിറങ്ങി. കഴിഞ്ഞുകടന്ന പതിറ്റാണ്ടുകൾ സാക്ഷി വാദപ്രതിവാദ മുന്നണികളിൽ നിന്നെല്ലാം കൗശലപൂർവ്വം ഒളിച്ചോടുകയോ പരാജയത്തിന്റെ കയ്പുനീര് കുടിച്ച് സമൂഹമധ്യേ മുഖം പൊത്തി നടക്കേണ്ടി വരികയോ ചെയ്ത ചരിത്രമായിരുന്നു വഹാബി പ്രസ്ഥാനത്തിൻ്റെത്. എന്നാൽ സംവാദമധ്യേ വിയർത്തും വെള്ളം കുടിച്ചും മുജാഹിദ് പണ്ഡിതന്മാർ ചർച്ച അവസാനിപ്പിച്ചു കിട്ടാൻ അധ്യക്ഷനോട് കേണപേക്ഷിക്കുന്നത് ഇതാദ്യമാവാം. കാസർഗോഡ് ജില്ലയിലെ ഉദുമയിൽ സംഘടിപ്പിക്കപ്പെട്ട സുന്നി മുജാഹിദ് സംവാദത്തിൽ ഉന്നയിക്കേണ്ട ചോദ്യങ്ങൾ സംഘാടകർ നേരത്തെ തയ്യാറാക്കി അധ്യക്ഷനെ ഏൽപ്പിച്ചിരുന്നു. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ 5 മിനിറ്റാണ് ഓരോ വിഭാഗത്തിനും സമയം. ഉത്തരങ്ങളെ ഖണ്ഡിക്കാൻ മറുപക്ഷത്തിന് 5 മിനിറ്റും അനുവദിക്കപ്പെട്ടു. ചർച്ചാ വിഷയം സദസ്സിന് ബോധ്യപ്പെട്ടെന്നു അധ്യക്ഷൻ പ്രഖ്യാപിക്കും വരെ ഓരോ വിഷയത്തിലും ചർച്ച തുടരാമെന്നായിരുന്നു വ്യവസ്ഥ. അഡ്വക്കേറ്റ് MK മുഹമ്മദ് കുഞ്ഞി മാധ്യസ്ഥനായിരുന്ന വാദപ്രതിവാദത്തിൽ സുന്നിയിലും മുജാഹിദിലും ഉൾപ്പെടുന്ന ശ്രോതാക്കൾ പങ്കെടുത്തിരുന്നു. തീരുമാനിക്കപ്പെട്ട 16 ചോദ്യങ്ങളിൽ 7 എണ്ണം ഉന്നയിക്കപ്പെട്ടു. സംവാദങ്ങൾ സാഗൂതം ശ്രദ്ധിച്ച സദസ്സിന്റെയും മോഡറേറ്ററുടെയും സംതൃപ്തിയും പ്രശംസയും സുന്നി പക്ഷത്തിന് ലഭിച്ചു. വിശുദ്ധ ഖുർആനും സുന്നത്തുമടങ്ങുന്ന പ്രമാണങ്ങളുടെ ബലത്തിൽ സുന്നി പണ്ഡിതന്മാർ വിഷയങ്ങൾ സമർത്ഥിച്ചപ്പോൾ വഹാബി പക്ഷം വാടിത്തളർന്നു. സാങ്കേതികത്വങ്ങളിൽ തൂങ്ങിയുള്ള മുജാഹിദ് പക്ഷത്തിന്റെ സ്ഥിരം മരം ചുറ്റിക്കളികൾ ഇവിടെ വിജയിച്ചില്ല. സുന്നി വിശ്വാസത്തിന്റെ പ്രമാണബദ്ധതയ്ക്ക് മുന്നിൽ മുട്ടുവിറച്ച വഹാബി പണ്ഡിതന്മാർ ഒടുവിൽ സംവാദം നിർത്താൻ അധ്യക്ഷനോട് അപേക്ഷിച്ചു. 10 ചോദ്യങ്ങളെങ്കിലും പൂർത്തിയാക്കണമെന്ന സംഘാടകരുടെ അപേക്ഷ മുജാഹിദുകൾക്കില്ല. ഒരു വിഭാഗത്തെ നിർബന്ധിച്ച് പിടിച്ചിരുന്നത് ശരിയല്ലാത്തതിനാൽ നിർത്തിവെക്കുകയാണെന്ന് അധ്യക്ഷൻ അറിയിക്കുകയായിരുന്നു. സംവാദം ശ്രദ്ധിച്ചു കേട്ട് വിലയിരുത്തുക. ഈ CD നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നത് ഇസ്ലാമിക് പബ്ലിഷ് ബ്യൂറോ, സ്റ്റുഡന്റ് 4 ഫോൺ 2720 436 2722 ഈ നേര സംവാദത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യ പണ്ഡിത ശിരോമണികളെയും അതുപോലെ തന്നെ മറ്റു ദീനി സ്നേഹികളെയും ഈ സംവാദത്തിലേക്ക് ആദ്യമായി ഞാൻ വളരെ വിനയപരസ്പരം സ്വാഗതം ചെയ്തോളൂ. ഒരു കുടുംബത്തിന്റെ അകത്ത് ഉണ്ടായ ചില വിശ്വാസപരമായ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളതാണ് ഈ സ്നേഹ സംവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അതിനിവിടെ പ്രഗത്ഭർ തന്നെ സന്നിഹിതരായിട്ടുണ്ട്. എന്റെ റോള് ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ സംവാദം വളരെയധികം നേർവഴിക്ക് നയിക്കുക എന്നുള്ളതാണ്. ഇത് വിഷയത്തിൽ നിന്നും വ്യതിചലിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള സന്ദർഭം ഇല്ലാതെ വളരെ നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി തന്നെ മുൻപോട്ട് ഈ സംവാദത്തെ നയിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ചില ചോദ്യങ്ങൾ മുൻകൂട്ടി തന്നെ തയ്യാറാക്കി തന്നിട്ടുണ്ട്. അത് ഓരോ വിഭാഗത്തോട് ചോദിക്കേണ്ട ചോദ്യവും ഇതാണെന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ അവരെ അതിന് മറുപടി പറയുക, മറ്റവരോട് ചോദിക്കുമ്പോൾ അതിന് അവർ മറുപടി പറയുക. ആ അവസരത്തിൽ സദസ്സിൽ നിന്ന് വല്ല സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒരു കാരണവശാലും ഈ ഇതിലേക്ക് ഇടപെടാൻ അനുവദിക്കുന്നതല്ല. ആരായിരുന്നാലും അവര് വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് അവസാനത്തേക്കോ മറ്റോ വെക്കുക. അങ്ങനെ അവസാനം എനിക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസരം
മാർച്ചുകൾക്ക് ചിലപ്പോൾ തരും 1 മിനിറ്റോ 2 മിനിറ്റോ. ആ അവസരത്തിൽ അവരുടെ സംശയങ്ങൾ എഴുതി തന്നാൽ കൊള്ളേണ്ടത് കൊള്ളും, അല്ലാത്തവർ തള്ളും. അതിനുള്ള പൂർണ്ണ കാര്യം എനിക്കായിരിക്കും. അതുകൊണ്ട് ഈ സംവാദത്തിന്റെ ഇടയിൽ ഒരു കാരണവശാലും ഇതിന് ഇടപെടാൻ ആരെയും അനുവദിക്കുന്നതല്ല. ഇത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിന്റെ പ്രധാന കാര്യം. അവരുടെ പിന്നെ ഓരോ ചോദ്യത്തിനും ഉത്തരത്തിന് അനുവദിക്കുന്ന സമയം വേണമെങ്കിൽ നമുക്ക് 2 കൂടി ചർച്ച ചെയ്തുകൊണ്ടെന്ന് തീരുമാനിക്കാം. അല്ലെങ്കിൽ മാക്സിമം എന്റെ അഭിപ്രായത്തിൽ 5 മിനിറ്റിൽ കൂടുതലുള്ള ഉത്തരം നമ്മൾ ശരിയാവുകയില്ലാന്ന് എന്റെ അഭിപ്രായം. കാരണം 10 ചോദ്യങ്ങള് പിന്നെ അത് നീണ്ട് അങ്ങനെ 5 മിനിറ്റിൽ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അത് സബ്ജക്ട് ഇങ്ങനെ മാറി മാറി പല വഴിക്കും അങ്ങ് അത് എത്താതെ വരുന്നതുകൊണ്ട് നമുക്കൊരു 5 മിനിറ്റ് മതി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ അത് വേണമെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ആ സമയത്തെ പറ്റി നമുക്ക് വേണമെങ്കിൽ ഒരു ധാരണ ചെയ്തുകൊണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ നിയമങ്ങളും മറ്റും. അതുകൊണ്ട് നമ്മളിതിന് കൂടുതൽ ഇത് ദീർഘിക്കാതെ ഡയറക്റ്റായി വിഷയത്തിലേക്ക് തന്നെ കടക്കാമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അതിന് ആ പ്രതികരണത്തിനുള്ള സമയം 5 മിനിറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അതിന് മുമ്പ് വിഷയം തീരുന്നതിന് കുഴപ്പമില്ല. ഡോക്ടർമാരുടെ റോളിലാണ് മറ്റുള്ള ആളുകൾക്ക് അവർക്ക് ബോധ്യപ്പെടുന്നതാണ്. അവരുടെ ഇടക്കങ്ങൾക്ക് ബോധ്യപ്പെട്ടവര് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അതേസമയത്ത് അല്ലാത്ത പക്ഷം 1 മണിക്കൂറെങ്കിലും 5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടത്. എല്ലാം തീരുമാനമില്ല. കുറേ അപ്പൊ ചില വിഷയങ്ങൾക്ക് ചിലപ്പോൾ 1 മണിക്കൂറോ അതുകൊണ്ട് 1 മണിക്കൂർ എന്ന് പറഞ്ഞു. വിഷയം അതിന്റെ സംശയങ്ങൾ തീരാത്ത രൂപത്തിൽ ചർച്ച നടന്നിട്ടുണ്ട് സബ്ജക്റ്റില് നമുക്ക് ശരിയൊന്നുമില്ല. അതിന്റെ ഉത്തരം ചോദിക്കുമ്പോ നമുക്ക് ഏകദേശം ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് അവിടെ ഈ വിഷയം ഇവിടെ ആദ്യമായി ചോദിക്കപ്പെടുന്ന വിഭാഗമാണോ ആ വിഷയം അവസാനിപ്പിക്കേണ്ടത്? അതല്ല പ്രതികരിക്കുന്ന വിഭാഗമാണോ? ഒന്നാമത്തെ ചോദ്യം എന്നോടാണെങ്കിൽ അപ്പൊ ആ ചോദ്യത്തിന്റെ ചർച്ച അവസാനിപ്പിക്കലും അവസാനത്തെ സംസാരം എനിക്കായിട്ടുള്ള എല്ലാം വ്യവസ്ഥനായിരിക്കും. അത് മുൻകൂട്ടി കാരണം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പോകും. അങ്ങനെ നേരത്തെ പറഞ്ഞത് അഭിപ്രായത്തിൽ അതാണ് പറയുമ്പോഴേ ഞാൻ പറഞ്ഞല്ലോ. പറയുമ്പോഴും തീരുന്നു പിന്നെ ഏത് വിഭാഗമില്ല. ഏകദേശം ഒരു ബോധ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവസാനിപ്പിക്കാൻ പറയും. അപ്പൊ ആര് പറഞ്ഞു എന്നല്ല അപ്പോഴും ഏതെങ്കിലും ഒരു വിഭാഗം പറഞ്ഞിട്ടാ മതി. അപ്പൊ നമുക്ക് കിടക്കാലോ.